തോമസ് ഇവിടെ വന്ന് ചില കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ അട്രാക്റ്റഡ് ആയിട്ടുള്ള ചില ബ്രാഹ്മണന്മാർ അവർ ഈ വിശ്വാസത്തിലേക്ക് വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവരെ ടാർഗറ്റ് ചെയ്തിട്ടേ അല്ല തോമസ് ഇങ്ങോട്ട് വന്നതും യേശു അയച്ചതും. സോ ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന ജാതികൾ ആരാ, വിജാതീയർ ആരാ, ആരുടെ അടുക്കിലേക്കാണ് പൗലൂസ് പോയത്, പത്രോസിനെ അയക്കാനായിട്ട് പ്ലാൻ ഇട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇന്നത്തെ അച്ഛന്മാരും പാസ്റ്റർമാരും ഒക്കെ പ്രസംഗിക്കുന്നത് പോലെ ബൈബിൾ കോട്ടിമാട്ടിയുള്ള ഒരു വിഷയമായിട്ട് മാറും. ഞാൻ പറഞ്ഞല്ലോ, ജീസസ് സത്യമാണ്, ബൈബിളും സത്യമാണ്. പക്ഷേ ഇതിനെ രണ്ടിനെയും വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മതം ഫേക്കാണ്. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫേക്കാണ്. സോ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാക്യങ്ങളെല്ലാം എടുത്ത് അതിൻ്റെ ആന്തരിക അർത്ഥത്തെ നിങ്ങളുടെ അടുക്കിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ ബൈബിളിന് അഗൻസ്റ്റ് അല്ല, ഞാൻ ജീസസ് ക്രൈസ്റ്റിനും അഗൻസ്റ്റ് അല്ല. ഐ ആം ടോക്കിംഗ് അഗൻസ്റ്റ് ദ ഫേക്ക് ക്രിസ്ത്യൻ റിലീജിയൻ. അത് പൊളിഞ്ഞേ പറ്റൂ. അന്ന് യഹൂദ മതത്തെ ജീസസ് പൊളിച്ചതുപോലെ ഇന്നത്തെ ഫേക്ക് ക്രിസ്ത്യൻ റിലീജിയൻ പൊളിഞ്ഞാൽ മാത്രമേ ആ റിലീജിയൻ്റെ അകത്ത് തളച്ചിട്ടിരിക്കുന്ന വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം കിട്ടത്തുള്ളൂ. ഞാനിടുന്ന വീഡിയോസ് എല്ലാം വന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിനകത്ത് വൾഗറായിട്ടുള്ള കമൻ്റ് ഇടുന്നതെല്ലാം ഇത്തരത്തിൽ ക്രിസ്ത്യൻ മതം അടിച്ചമർത്തി വെച്ചിരിക്കുന്ന സ്ലേവറിക്കകത്ത് കിടക്കുന്ന ആൾക്കാരാണ്. അവരറിയുന്നില്ല അവരെന്താണ് സംസാരിക്കുന്നതെന്ന്. അവർക്കറിയില്ല, കാരണം അവരെ മോൾഡ് ചെയ്തിരിക്കുന്നത് ഈ തരത്തിലാണ്. സോ ക്രിസ്തീയ മതത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെ വായിൽ നിന്നും വെളിയിൽ വരുന്നത് ഇത്തരത്തിലുള്ള വൾഗർ ലാംഗ്വേജാണ്. ഐ റിപ്പീറ്റ്, ക്രിസ്ത്യൻ റിലീജിയൻ മോൾഡ് ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ വായിൽ നിന്ന് വരുന്നതെല്ലാം ഇത്തരത്തിലുള്ള അറഗൻ്റായിട്ടുള്ള വൾഗറായിട്ടുള്ള കമൻറ്റുകളാണ്. കാരണം ആ മതം തന്നെ വൾഗറാണ്, ഫേക്കാണ്. സോ ആ മതത്തിനകത്ത് പിന്നെ വിശ്വസിക്കുന്ന ആൾക്കാരെ പിന്നെ പറയേണ്ടതില്ലല്ലോ. പക്ഷെ ആ പാവം ജനങ്ങളെ, അതിനകത്ത് തളച്ചിട്ടിരിക്കുന്ന ആ പാവം ജനങ്ങളെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരാനാണ് ഞാനീ പാടുപെടുന്നത്. അതവരറിയുന്നില്ല. എന്നെങ്കിലും ഒരിക്കലും അറിയട്ടെ.